ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4th യൂണിറ്റ് ബ്ലൂംസ് ആൻഡ് ബ്രീസിലെ ആക്ടിവിറ്റീസാണ്. ദ ഫസ്റ്റ് ആക്ടിവിറ്റി വേൾഡ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ലോകം. അതായത് ഈ പാഠത്തിൽ പഠിക്കുന്ന ന്യൂ വേർഡ്സുകളും അവയുടെ മീനിങ്ങുമാണ്. ഫസ്റ്റ് വൺ സെല്ലാർ, എ റൂം ബിലോ ഗ്രൗണ്ട് ലെവൽ, നിലവറ. സ്ട്രിപ്പ്, ദ സൗണ്ട് ഓഫ് എ ബേർഡ്, പക്ഷിയുടെ ചിലക്കൽ. ക്ലൗഡി, കവേർഡ് വിത്ത് ക്ലൗഡ്സ്, മേഘാവൃതമായ. ഫ്രാഗ്രൻസ്, എ സ്വീറ്റ് സ്മെൽ, സുഗന്ധം. മാജിക് വൺ, എ സ്മോൾ സ്റ്റിക്ക് യൂസ്ഡ് ബൈ എ മജീഷ്യൻ, മാന്ത്രിക വടി. മെഡോ, എ ഗ്രാസ് ലാൻഡ്, പുൽമേട്. പസിൽഡ്, കൺഫ്യൂസ്ഡ്, ആശയക്കുഴപ്പത്തിലായി. സ്നിഫ്, ടു സ്മെൽ, മണക്കുക. സ്റ്റോം, എ സ്ട്രോങ് വിൻഡ്, കൊടുങ്കാറ്റ്. ടോപ്പിൾ, ടു ഫാൾ ഡൗൺ, താഴെ വീഴുക. ട്രംബിൾ, ടു ഷിവർ വിത്ത് ഫിയർ, പേടിച്ച് വിറക്കുക. വിയർ, ടു പുട്ട് ഓൺ ക്ലോത്ത്സ്, ധരിക്കുക. വിക്ഡ്, ക്രൂവൽ, ക്രൂരമായ. വിച്ച്, എ വ്യൂമൺ വിത്ത് സൂപ്പർ നാച്ചുറൽ പവർ, ദുർമന്ത്രവാദിനി. വിസാർഡ്, എ മാൻ വിത്ത് മാജിക്കൽ പവർ, മാന്ത്രികൻ. വുഡൻ ഹൗസ്, എ ഹൗസ് മെയ്ഡ് ഓഫ് എ വുഡ്, അതായത് തടി കൊണ്ടുള്ള വീട്. യെൽ എന്ന് പറഞ്ഞാൽ എ ഷാർപ്പ്, ലൗഡ് ക്രൈ, നിലവിളി. ഇതാണ് ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കുന്ന ന്യൂ വേർഡ്സ്. ദ സെക്കൻഡ് ആക്ടിവിറ്റി, നെക്സ്റ്റ് ഒരു പോയം കൊടുത്തിട്ടിരിക്കുന്നു. നേച്ചർ സ്പീക്സ് ടു മീ, പ്രകൃതി എന്നോട് പറയുന്നു. എന്താ പറയുന്നത്? ദ ബ്യൂട്ടി ഓഫ് ദ ട്രീസ്, മരങ്ങളുടെ മനോഹാരിതയും. ദ സോഫ്റ്റ്നെസ് ഓഫ് ദി എയർ, മൃദുമന്ദമാരുതനും. ദ ഫ്രാഗ്രൻസ് ഓഫ് ദി ഗ്രാസ്, പുൽക്കൊടിയുടെ സൗരഭ്യവും സുഗന്ധവും. സ്പീക്സ് ടു മീ, എന്നോട് മന്ത്രിക്കുന്നു. ദ സമ്മിറ്റ് ഓഫ് ദി മൗണ്ടെയിൻ, പർവ്വത ശിഖരങ്ങളും. ദ തണ്ടർ ഓഫ് ദ സ്കൈ, ആകാശത്തിലുള്ള ഗർജനങ്ങളും. ദ റിതം ഓഫ് ദ സീ, കടലിൻ്റെ താളവും. സ്പീക്സ് ടു മീ, എന്നോട് ചൊല്ലുന്നു. ദ ഫെയ്റ്റ്നെസ് ഓഫ് ദ സ്റ്റാർ, കണ്ണ് ചിമ്മുന്ന നക്ഷത്രങ്ങളും. ദ ഫ്രഷ്നെസ് ഓഫ് ദ മോർണിംഗ്, പുലരിയുടെ പുതുമയും. ദ ഡ്യൂ ഡ്രോപ്സ് ഓൺ ദ ഫ്ലവർ, പൂവിലെ ചെറുമഞ്ഞു തുള്ളിയും. സ്പീക്സ് ടു മീ, പലതും പറയുന്നതെന്നോട്. ഇതാണ് ഈ പോയത്തിൻ്റെ മലയാളത്തിലുള്ള മീനിങ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 105. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ലൈൻസ് ഫ്രം ദ പോയം റിലേറ്റഡ് ടു ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾക്ക് അനുയോജ്യമായ വരികൾ പദ്യത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഫസ്റ്റ് ട്രീസ് ആണല്ലേ, അപ്പം നമുക്ക് എഴുതാം ദ ബ്യൂട്ടി ഓഫ് ദ ട്രീസ്. സെക്കൻഡ് വൺ എന്താണ്? ഒരു ഫ്ലവർ ആണ്, അപ്പം നമുക്ക് എഴുതാം ദ ഡ്യൂ ഡ്രോപ്പ് ഓൺ ദ ഫ്ലവർ. തേർഡ് വൺ എന്താണ്? മൗണ്ടെയിൻ്റെ പിക്ചറാണ്, ദ സബ്മിറ്റ് ഓഫ് ദ മൗണ്ടെയിൻ. ആക്ടിവിറ്റി 2 എന്താണ്? ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 105 നോക്കാം. റീഡ് വാട്ട് ഡൊറോത്തി ഹാസ് റിട്ടൺ അബൌട്ട് ഹിയർ പെറ്റ്. തൻ്റെ വളർത്തുമൃഗത്തെക്കുറിച്ച് ഡൊറോത്തി എഴുതിയത് വായിക്കാൻ. ടോട്ടോ ഈസ് മൈ പെറ്റ് ഡോഗ്. ഹീ ഈസ് വെരി ഫ്രണ്ട്ലി. ഹീ ഈസ് സോ ലോയൽ. ടോട്ടോ ലൈക്സ് പ്ലേയിങ് വിത്ത് മീ. ഹീ ലൈക്സ് ടു ഈറ്റ് മീറ്റ്. ഹീ വേജസ് ഹീസ് ടെയിൽ ഓൾവേസ്. എപ്പോഴും എന്ത് ചെയ്യും? എന്നെ കാണുമ്പോൾ എന്ത് ചെയ്യും? വാലാട്ടിക്കൊണ്ടിരിക്കും. ഡ്രോ യുവർ പെറ്റ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട പെറ്റിൻ്റെ ചിത്രം വരച്ച് അതിനെക്കുറിച്ച് എഴുതും. മൈ പെറ്റ്, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ചിത്രം ക്യാറ്റാണ്. കിറ്റി ഈസ് മൈ പെറ്റ് ക്യാറ്റ്. ഷീ ഈസ് വെരി ക്യൂട്ട്. ഷീ ഈസ് സോ പ്ലേഫുൾ. കിറ്റി ലൈക്സ് സ്ലീപ്പിംഗ് വിത്ത് മീ. ഷീ ലൈക്സ് ടു ഈറ്റ് ഫിഷ്. ഷീ ലിക്സ് ഹിയർ ബോഡി ഓൾവേസ്. ആക്ടിവിറ്റി 3 നോക്കൂ. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 106. The wind lifted the house higher and higher. Dorothy looked out. What did she see? Describe the scene. അതായത് കാറ്റ് വീടിനെ കൂടുതൽ മുകളിലേക്ക് ഉയർത്തി. ഡൊറോത്തി പുറത്തെ കാഴ്ചകൾ നോക്കി. അവൾ എന്താണ് അവിടെ കണ്ടത്? അവൾ കണ്ട കാഴ്ച നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ, വിവരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷനാണ് എഴുതേണ്ടത്. നോക്കാം. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ ഫ്ലൈയിങ് ഹൗസ്. ഷീ സോ ദ ഫാളൻ ട്രീസ് ആൻഡ് ദ ബ്രോക്കൺ ഹൗസസ്. എന്താണ്? അവൾ മറിഞ്ഞു വീഴുന്ന വൃക്ഷങ്ങളെയും അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളെയും ഒക്കെ കണ്ടു. എ ബ്രിഡ്ജ് ബ്രോക്ക് ആൻഡ് ഫെൽ ഇൻ ടു ദ റിവർ. പാലം എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിഡ്ജ് പൊട്ടി നദിയിലേക്ക് വീണിട്ടുണ്ട്. ദ ബേർഡ്സ് വെയർ ഫ്ലൈയിങ് ഹിയർ ആൻഡ് ദെയർ. എ ഫ്രൈറ്റഡ് കാഫ് ആൻഡ് ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട്. പക്ഷി മൃഗാദികളൊക്കെ പേടിച്ചോടുകയാണ് ഗ്രൗണ്ടിലൂടെ. ദ കൗസ് ലുക്ക് കൺഫ്യൂസ്ഡ്. ഡൊറോത്തി കുഡ് സീ ദ ഡാർക്ക് മൗണ്ടെയിൻ, ദ സ്കൈ ആൻഡ് ദ ഡാർക്ക് ക്ലൗഡ്സ്. ഇറ്റ് വാസ് ഗ്ലൂമി എവരിവെയർ. ആക്ടിവിറ്റി 4 നോക്കൂ. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 107.
A short description is given about the land of the Munchkins. Some words are missing in it. Look at the picture and complete it. അതായത് മഞ്ചിക്കിൻസിൻ്റെ നാടിനെ പറ്റി ഒരു ചെറിയ വിവരണമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ചില വാക്കുകൾ മിസ്സിംഗ് ആയിട്ടുണ്ട്, വിട്ടുപോയിട്ടുണ്ട്. ചിത്രം നോക്കി അത് പൂർത്തിയാക്കും. അവിടെ എന്തൊക്കെയാണ്? ഓവറുണ്ട്, അണ്ടർ, ഇൻ, ഓൺ എന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് വേണം എന്തേ മിസ്സിംഗ് ആയിട്ടുള്ളത് എഴുതി ചേർക്കാൻ. ദ ലാൻഡ് ഓഫ് ദി മഞ്ചിക്കിൻസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. എ കൈറ്റ് ഈസ് ഫ്ലൈയിങ് over the trees. A little munchkins is flying under the tree. A bird is sitting on the branch of the tree. Two little birds are in the nest. Activity 5 നോക്കാം. Finally, Dorothy and Toto reached their village. Uncle and auntie were happy to see them. What would be the likely conversation between Dorothy and her uncle? അവസാനം ഡൊറോത്തിയും ടോട്ടോയും അവരുടെ ഗ്രാമത്തിൽ തിരിച്ചെത്തി. അവരെ കണ്ടപ്പോൾ അങ്കിളിനും ആൻറ്റിക്കും സന്തോഷമായി. ഡൊറോത്തിയും അവളുടെ അങ്കിളും തമ്മിലുള്ള സംഭാഷണം എന്തായിരിക്കും? ഇതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. കോൺവെർസേഷനാണ്. ഫസ്റ്റ് വൺ, അങ്കിൾ. വേർ യു ഡൊറോത്തി? ഡൊറോത്തി. അങ്കിൾ, ദ വിൻഡ് ടുക്സ് us എ സ്ട്രേഞ്ച് ലാൻഡ്. അങ്കിൾ, ഓ റിയലി? വിച്ച് ലാൻഡ് ഈസ് ദാറ്റ്? ഡൊറോത്തി, ദ ലാൻഡ് ഓഫ് മഞ്ച്കിൻസ്. ദേ ആർ സ്മോളർ ദാൻ മീ ആൻഡ് ബിഗർ ദാൻ ടോട്ടോ. അങ്കിൾ, ദാറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. Then what happened? Dorothy, the house landed on a wicked witch and killed her. So the Munchkins became happy. Uncle, then how did you come back? Dorothy, the Wizard of Oz waved his magic wand. Then our house appeared and we entered in it. It began to fly and finally landed here. Uncle, that's awesome. Next, activity 6 നോക്കാം. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 108. ആഡ് മോർ ലൈൻസ്. അതായത് പദ്യത്തിൽ കൂടുതൽ വരികൾ ചേർക്കാനാണ് പറഞ്ഞത്. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗദർ, ഓവർ ദ മെഡോസ്, ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രോസ്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗദർ, ഓവർ ദ മൗണ്ടെയ്ൻസ്, ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കൈറ്റ്സ്. നമുക്ക് എഴുതാം. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗദർ, ഓവർ ദ ഫീൽഡ്സ്, ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്ലൗഡ്സ്. ആക്ടിവിറ്റി 7. ഫൈൻഡ് ഔട്ട് ദ ഹിഡൻ വേർഡ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ബോക്സിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ കണ്ടെത്താനാണ് പറഞ്ഞത്. മൈ വേർഡ്സ്: ഓള്, റോഡ്, റെയിൻ, ഡാം, ടീ, ക്ലൗഡ്, കാർ, സ്റ്റോം. നെക്സ്റ്റ്, ആക്ടിവിറ്റി 8. ലെറ്റ്സ് മേക്ക് എ പേപ്പർ ക്യാപ്പ്. കടലാസ് കൊണ്ട് തൊപ്പി ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് നോക്കിയിട്ട് നിങ്ങൾ ക്ലാസ്സിലൊരു ക്യാപ്പ് ഉണ്ടാക്കുക. ലെറ്റ്സ് സിങ് എ ഡാൻസ്. നമുക്കൊരു പാട്ട് പാടി നൃത്തം ചെയ്യാം. ഡിങ് ഡോങ്, ദ വിച്ച് ഈസ് ഡെഡ്, ദ വിക്ഡ് വിച്ച് ഈസ് ഡെഡ്. ഡിങ് ഡോങ്, മഞ്ച്കിൻസ് ആർ ഹിയർ, ഡാൻസിങ് വിത്തൗട്ട് ഫിയർ. അല്ലേ, അവർ മന്ത്രവാദിനി മരിച്ച് എന്നും പറഞ്ഞിട്ട് നൃത്തം ചെയ്യാണ് അല്ലേ. അതാണ് ഇവിടെ സോങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 9. ഐഡൻറ്റിഫൈ ദ സ്ലോഗൻ റിലേറ്റഡ് ടു ദി സിമ്പിൾ ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സ് പ്രൊവൈഡഡ്. താഴെ തന്നിരിക്കുന്ന ചിഹ്നങ്ങൾക്ക് യോജിച്ച മുദ്രാവാക്യങ്ങൾ ബോക്സിൽ നിന്ന് കണ്ടെത്തി എഴുതുക. സേവ് വാട്ടർ, സേവ് ലൈഫ്. അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്റ്റ് നേച്ചർ. ഡോണ്ട് ലിറ്റർ, ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് അവിടെ എഴുതേണ്ടത്? അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്റ്റ് നേച്ചർ. സെക്കൻഡ് വൺ ഡോണ്ട് ലിറ്റർ. തേർഡ് വൺ ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ. സേവ് വാട്ടർ, സേവ് ലൈഫ്. ഇനി റൈറ്റ് സിമിലർ സ്ലോഗൻസ്. ഇതുപോലുള്ള മുദ്രാവാക്യങ്ങൾ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് എഴുതാം. പ്രൊട്ടക്റ്റ് ട്രീസ്, സേവ് നേച്ചർ. അതുപോലെ ഡോണ്ട് കട്ട് ട്രീസ്, ദേ ആർ അവർ ഫ്രണ്ട്സ്. മരങ്ങൾ മുറിക്കരുത്. എന്താണ്? മരങ്ങൾ നമ്മുടെ ഫ്രണ്ട്സാണ്. നോക്കാം. ആക്ടിവിറ്റി 10. സം റിഡിൽസ് ആർ ഗിവൺ ബിലോ. റീഡ് ആൻഡ് ഫൈൻഡ് ദം ഔട്ട്. കുറച്ച് കടങ്കഥകളാണ് താഴെ തന്നിരിക്കുന്നത്. വായിച്ച് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞത്. You cannot see me, but you can feel me. I can make trees dance. I can help the kite fly. Who am I? Wind. കാറ്റാണ്. I am in the sky. I can bring the rain. 5 letters make my name. Who am I? Cloud. I am huge and tall. I can stop the clouds. I have a summit. You can climb on me. Who am I? Mountain. Now make for your riddles. നിങ്ങളോട് കടങ്കഥകൾ എഴുതാനാണ് പറഞ്ഞത്. റെയിൻബോ. ഐ ആം ലൈക്ക് യുവർ ഹെയർ ബോ. ഐ ഹാവ് 7 കളേഴ്സ്. ഐ ആം അപ്പിയർ ഓൺ ദ സ്കൈ. ഐ ആം വെരി ബ്യൂട്ടിഫുൾ. ഹൂ ആം ഐ?
ഞാൻ ആരാണ്? റെയിൻബോ. ഐ കം പിറ്റർ പാറ്റർ ഐ നോക്ക് അറ്റ് യുവർ വിൻഡോ. ഇഫ് യു കം ഔട്ട് ഐ വിൽ ഡ്രഞ്ച് യു. ഐ വാട്ടർ യുവർ പ്ലാന്റ്സ് ആൻഡ് ഫീൽഡ്സ്. ഹു ആം ഐ? റെയിൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി 11. റീഡ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ, നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻ. താഴെ വാക്യങ്ങൾ വായിച്ച് അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കുക. വി കനോട്ട് ഹെൽപ്പ് യു, ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. ബട്ട് ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു, പക്ഷേ ഓസിലെ മാന്ത്രികന് നിന്നെ സഹായിക്കാൻ കഴിയും. വി ക്യാൻ ഡു മെനി തിങ്സ്, നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ബട്ട് ദർ ആർ മെനി തിങ്സ് ദാറ്റ് വി കനോട്ട് ഡു, പക്ഷേ മറ്റു പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ല. റൈറ്റ് വാട്ട് യു ക്യാൻ ഡു ആൻഡ് യു കനോട്ട് ഡു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതും കഴിയാത്തവയും എഴുതുക. ഫസ്റ്റ് പിക്ചർ എന്താണ്? ഫ്ലൈ ചെയ്യുന്നതാണല്ലേ പെൺകുട്ടി. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം ഐ കനോട്ട് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല. സെക്കൻഡ് എന്താണ്? ഐ ക്യാൻ റൈഡ്, എനിക്ക് റൈഡ് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ജംപ്, ഐ ക്യാൻ റൺ. ഐ കനോട്ട് സ്റ്റാക്ക് തിങ്സ്. ഐ ക്യാൻ ക്ലൈംബ് എ ട്രീ, മരത്തിൽ മുകളിൽ കയറാൻ കഴിയും. നെക്സ്റ്റ് എന്താണ്? ആക്ടിവിറ്റി 12. ഹിയേഴ്സ് ഡൊറോത്തി ഡയറി എൻട്രി. ഡൊറോത്തിയുടെ ഡയറി കുറിപ്പാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങളെന്താണ് അത് വായിച്ചതിന് ശേഷം നൗ റൈറ്റ് യുവർ ഡയറി എൻട്രി, ഇനി നിങ്ങളുടെ ഒരു ഡയറി കുറിപ്പാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. May 20 Tuesday. ഐ കനോട്ട് ഫോർഗെറ്റ് ദിസ് ഡേ, ഞങ്ങൾക്കിന്ന് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഹോ വി വെയർ സോ അഫ്രൈഡ്, ഞങ്ങൾ വല്ലാതെ പേടിച്ചു. ആരൊക്കെയാണ്? ടോട്ടോ ആൻഡ് മൈസെൽഫ്, ഞാനും ടോട്ടോയും. ഐ തോട്ട് വി വെയർ അബൌട്ട് ടു ഡൈ, ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് കരുതി. മൈ ഹൗസ് ഫ്ലൂ ഓവർ ദ വാലീസ് സ്ട്രീറ്റ്സ് മൗണ്ടൻ ആൻഡ് സോ ഓൺ, ഞങ്ങളുടെ ഹൗസ് എന്ത് ചെയ്തു? കുന്നിൻ്റെയും മലകളുടെയും സ്ട്രീറ്റിൻ്റെയൊക്കെ മുകളിലൂടെ പാറിപ്പറന്നു. ഐ ഹെൽഡ് ടോട്ടോ ഇൻ മൈ ഹാൻഡ്സ്, ടോറ്റോൻ്റെ കയ്യിൽ പിടിച്ചു. ക്ലോസിങ് മൈ ഐസ്, ഞങ്ങൾ കണ്ണുകൾ അടച്ചു. സഡൻലി പെട്ടെന്ന് ഐ ഹേർഡ് സൗണ്ട്, ഭയങ്കരമായ ശബ്ദം കേട്ടു. അവർ ഹൗസ് ലാൻഡഡ് ഓൺ എ ബ്യൂട്ടിഫുൾ ലാൻഡ്, മനോഹരമായൊരു പ്രദേശത്ത് ഞങ്ങളുടെ വീട് ലാൻഡ് ചെയ്തു. ഇറ്റ് വാസ് എ ലാൻഡ് ഓഫ് മഞ്ച്കിൻസ്, അത് മഞ്ച്കിൻസിൻ്റെ നാടായിരുന്നു. ഐ സോ സം സ്ട്രേഞ്ച് പീപ്പിൾ ദെയർ, ഒരു പ്രത്യേക തരം മനുഷ്യരെ ഞങ്ങൾ അവിടെ കണ്ടു. ദേ വർ വെരി ഷോർട്ട്, അവർ വളരെ നീളം കുറഞ്ഞവരായിരുന്നു. മൈ ഹൗസ് ലാൻഡഡ് ഓൺ എ വിക്ഡ് വിച്ച് ആൻഡ് ഷീ ഡൈഡ് ഓൺ ദി സ്പോട്ട്, ഞങ്ങളുടെ ഹൗസ് ചെന്ന് വീണത് ഒരു ദുഷ്ടയായ മന്ത്രവാദിനിയുടെ മുകളിലായിരുന്നു, അവർ മരിച്ചു. ദ മഞ്ച്കിൻസ് ബിക്കം സോ ഹാപ്പി, മഞ്ച്കിൻസിന് സന്തോഷമായി. ദേ സെലിബ്രേറ്റഡ് ദെയർ ഫ്രീഡം, അവർ ആ സന്തോഷം എന്ത് ചെയ്തു? ഫ്രീഡം എന്ത് ചെയ്തു? സെലിബ്രേറ്റ് ചെയ്തു. ദേ ഇൻവൈറ്റഡ് മീ ടു ഡാൻസ് വിത്ത് ദം ബട്ട് ഐ വിഷ്ഡ് ടു റിട്ടേൺ ടു മൈ വില്ലേജ്, അവരെന്ത് ചെയ്തു? ഡാൻസ് ചെയ്യാൻ ഞങ്ങളെ ക്ഷണിച്ചു, പക്ഷേ ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് അറിയിച്ചു. ദ വിസാർഡ് ഓഫ് ഓസ് ദ മജീഷ്യൻ ഹെൽപ്പസ്, ഞങ്ങളെ ആര് ഹെൽപ്പ് ചെയ്തു? വിസാർഡ് ഓഫ് മജീഷ്യൻ, ഓസിലെ മജീഷ്യനായിട്ടുള്ള ആൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ടോട്ടോ ആൻഡ് ഐ റീച്ച്ഡ് ഹോം സേഫ്ലി, ടോട്ടോയും ഞാനും വീട്ടിൽ സേഫായി എത്തി. ഐ മെറ്റ് മൈ അങ്കിൾ ആൻഡ് ആൻറ്റി, ഞങ്ങളെ ആൻറ്റിയെയും അങ്കിളിനെയും കണ്ടു. ഐ ബിക്കം സോ റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി, ഞങ്ങളെന്ത് ചെയ്തു? ഞങ്ങളെല്ലാവരും വളരെ റിലാക്സ് ചെയ്തു, ഹാപ്പിയായി. ഇതാണ് നമ്മുടെ ഡൊറോത്തിയുടെ ഡയറി. ഇനി നമ്മൾ സ്വന്തമായിട്ടൊരു ഡയറി എഴുതണം. October 7 Monday. ടുഡേ വി ഹാഡ് സോ മച്ച് ഫൺ ഇൻ ദ ക്ലാസ്, ഇന്ന് ക്ലാസ്സിൽ രസകരമായൊരു കാര്യം നടന്നു. ടുഡേ വാസ് മൈ ക്ലാസ് ടീച്ചർ മിസ്റ്റർ സ്നേഹാസ് ബർത്ത്ഡേ, ഇന്ന് എൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുള്ള സ്നേഹ ടീച്ചറുടെ ബർത്ത്ഡേ ആയിരുന്നു. വി കളക്റ്റഡ് മണി ആൻഡ് ബോട്ട് എ കേക്ക്, ഞങ്ങളെല്ലാവരും ക്യാഷ് കളക്ട് ചെയ്തൊരു കേക്ക് വാങ്ങി. വി അറേഞ്ച്ഡ് ദ കേക്ക് ഓൺ ദ ടേബിൾ അറ്റ് ദ ഇൻ്റർവൽ ടൈം, ഞങ്ങൾ ഇൻ്റർവൽ സമയത്ത് തന്നെ എന്ത് ചെയ്തു? ടേബിൾ മേലെ കേക്കൊക്കെ അറേഞ്ച് ചെയ്തു. വി വാണ്ടഡ് ടു ഗീവ് ഹിയർ സർപ്രൈസ്, ഞങ്ങളെന്ത് ചെയ്തു? സർപ്രൈസായിട്ട് വെച്ചതായിരുന്നു. സോ വി പ്ലേഡ് എ പ്രാങ്ക് ഓൺ ഹിയർ, ഞങ്ങളെന്ത് ചെയ്തു? പ്രാങ്ക് ചെയ്യാമെന്ന് കരുതി. അവർ ക്ലാസ് ലീഡർ വെൻറ്റ് ടു ദ സ്റ്റാഫ് റൂം ആൻഡ് ടോൾഡ് ഹിയർ ദാറ്റ് സം സ്റ്റുഡൻസ് വെയർ ഫൈറ്റിംഗ് ഇൻ ദ ക്ലാസ്. ക്ലാസ് ലീഡർ സ്റ്റാഫ് റൂമിൽ ചെന്ന് പറഞ്ഞു, എന്ത്? ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ അടിപിടി കൂടുന്നെന്ന് പറഞ്ഞു. ഷീ കെയിം റഷ്യൻ ടു ദ ക്ലാസ്, അപ്പോൾ എന്ത് ചെയ്തു? ടീച്ചർ കൂടി ക്ലാസ്സിലേക്ക് വന്നു. വി വെയർ ഓൾ സ്റ്റാൻഡിങ് അറൗണ്ട് ദ ടേബിൾ, എല്ലാവരും ടേബിളിന് ചുറ്റുമുണ്ടായിരുന്നു. ഷീ ആസ്ക്ഡ് വാട്ട് ഹാപ്പൻ, എന്താണ് പ്രശ്നം? സഡൻലി പെട്ടെന്ന് വി ഓൾ സാങ് ഹാപ്പി ബർത്ത്ഡേ ടു യു. അവർ ടീച്ചർ വാസ് വണ്ടർ സ്ട്രക്ക്, കുട്ടികളെല്ലാവരും എന്ത് ചെയ്തു? വിഷ് ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്തു. ടീച്ചർ എന്ത് ചെയ്തു? പെട്ടെന്ന് ഷോക്കായി. ദെൻ ഷീ ലാഫ്ഡ്, ചിരിച്ചു. ഹഗ്ഡ് us ആൻഡ് ഷീ കട്ട് ദ കേക്ക്, എല്ലാവരെയും ഹഗ് ചെയ്തു. വി ഓൾ എൻജോയ്, കേക്ക് കട്ട് ചെയ്തു. വി ഓൾ എൻജോയ് ദ ഡെലീഷ്യസ് കേക്ക്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ, ഞങ്ങൾ കേക്ക് മുറിച്ചു, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ, മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. നെക്സ്റ്റ് പിക്ചർ നോക്കി കഴിഞ്ഞാൽ മഞ്ച്കിൻസിൻ്റെ പേപ്പർ ന്യൂസാണ്. അതായത് ഫസ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ വിക്ഡ് വിച്ച് ഈസ് നോ മോർ,
മഞ്ച്കിൻ ലാൻഡ് സെലിബ്രേറ്റ്. അതായത് ദുഷ്ടമന്ത്രവാദിനിയുടെ മരണം അവർ സെലിബ്രേറ്റ് ചെയ്തു, അതിനെക്കുറിച്ചുള്ള ന്യൂസാണ്. സെക്കൻഡ് എന്താണ്? ഡൊറോത്തി വിസിറ്റ്സ് ദ വിസാർഡ് ഓഫ് ഓസ്. അതായത് ഡൊറോത്തി ഓസിലെ മാന്ത്രികനെ കാണാൻ പോയ ന്യൂസാണ്. അടുത്തത് കിറ്റി ദ ക്യാറ്റ് ഈസ് മിസ്സിങ്. കിറ്റി എന്ന ക്യാറ്റ് മിസ്സിങ് ആയതിനെക്കുറിച്ചുള്ള ന്യൂസാണ്. ദ മിറാക്കിൾ ഈസ് മഞ്ച്കിൻ ലാൻഡ്. അടുത്തത് എന്താണ്? മഞ്ച്കിൻ ലാൻഡിൽ നടന്ന മിറാക്കിളിനെ കുറിച്ചുള്ള ന്യൂസാണ്. അഡ്വെഞ്ചർ അവൈറ്റ് ഇൻ ഗളിവർ ട്രാവൽ. അതായത് ഗളിവർ ട്രാവൽ എന്ന ആ നോവലിനെ കുറിച്ചുള്ള, ആ ബുക്കിനെ കുറിച്ചുള്ള ചെറിയൊരു പോയിൻറ്റ്സാണ്, സൂചനയാണ്. ഗെറ്റ് ദ കൂളസ്റ്റ് ഹാറ്റ്. മഞ്ച്കിൻ ഹാറ്റ് ഒരു അഡ്വർടൈസ്മെൻ്റാണ്, മഞ്ച്കിൻ്റെ ഹാറ്റിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ്. അടുത്തത് വെതർ, കാലാവസ്ഥയെക്കുറിച്ചുള്ള ന്യൂസാണ്. അടുത്തത് ഇനി ക്രോസ് വേർഡാണ്. ദ ഫസ്റ്റ് എന്താണ്? ദ ബിഗ് ബ്രൈറ്റ് ബോൾ ഇൻ ദ സ്കൈ. 3 വേർഡ്സാണ്. ആകാശത്തിലെ ഏറ്റവും വലിയ ബോൾ ഏതാണ്? സണ്ണാണ്. സെക്കൻഡ് എന്താണ്? ഐ ആം എ കളർ ഇൻ റെയിൻബോ. 6 ലെറ്റേഴ്സ്. അതായത് ഞാൻ റെയിൻബോയിലുള്ളൊരു കളറാണ്. എനിക്ക് എത്ര ലെറ്റർ ഉണ്ട്? 6. റെയിൻബോയിലുള്ള കളർ ഏതൊക്കെയാണ്? വയലറ്റ് ഉണ്ട്, ഇൻഡിഗോ, ഓറഞ്ച്, ഗ്രീൻ, റെഡ്, അല്ലേ, യെല്ലോ. അതിൽ 6 ലെറ്റേഴ്സ് ഉള്ളത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് 4th നോക്കാം. യു മേ സീ മീ ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് കളേഴ്സ്, ഐ ക്യാൻ കവർ ഈവൻ ദ സൺ. 5 ലെറ്ററാണ്. 4th നോക്കിക്ക് ഏതാണ്? ആകാശത്തിലുള്ള യു മേ സി ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഞാൻ എന്ത് ചെയ്യുന്നു? സണ്ണിനെ മറയ്ക്കുന്നു. എന്താണ്? ക്ലൗഡ്സാണ്. ഇനി ഡൗൺ, താഴോട്ടാണ്. ഹിയർ യു ക്യാൻ സീ സ്റ്റാർ അറ്റ് നൈറ്റ്. എന്നെ രാത്രി സ്റ്റാറായിട്ടുള്ള എന്നെ കാണുന്നത് എവിടെയാണ് രാത്രി? ഫസ്റ്റ് വൺ ഏതാണ്? സ്കൈ, ആകാശമാണ്. ലാസ്റ്റ് 3 നോക്കിക്കേ. യു ക്യാൻ ഫീൽ ഇറ്റ് വെൻ ഇറ്റ് ബ്ലോസ്. 4 ലെറ്റേഴ്സാണ്. 3 വരുന്നത് ഏതാണ്? വിന്നാണ്, അല്ലേ. എന്നെ അനുഭവപ്പെടും എന്നാണ്, കാറ്റാണ്. അപ്പോൾ വിന്നാണ്. അപ്പോൾ ഇതിൽ സെക്കൻഡ് വൺ ഇത് വരും. അപ്പം യെല്ലോയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 14 നോക്കൂ. സം സ്നാപ്ഷോട്ട് ഫ്രം മഞ്ച്കിൻ ടൈംസ് ആർ ഗിവൺ ബിലോ. പിക്ക് ഔട്ട് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതായത് മഞ്ച്കിൻ ടൈംസിൻ്റെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ചില പിക്ചേഴ്സാണ്. അവിടെ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? അതെ, ഫസ്റ്റ് വൺ കൊടുത്തത് മഞ്ച്കിൻ ടൈംസ് ആണ്. അതിൻ്റെ എന്താണ്? ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് പേപ്പറാണ്, അല്ലേ, ന്യൂസ് പേപ്പറിൻ്റെ തലക്കെട്ടാണ്. അതുപോലെ ദ വിക്ഡ് വിച്ച് ഈസ് നോ മോർ, മഞ്ച്കിൻ ലാൻഡ് സെലിബ്രേറ്റ്. വിക്ഡ് വിച്ചിൻ്റെ മരണം മഞ്ച്കിൻ ലാൻഡ്സ് എന്ത് ചെയ്തു? സെലിബ്രേറ്റ് ചെയ്തു. അതെന്താണ്? ഹെഡ്ലൈനാണ്. അടുത്തത് എന്താണ്? ദ മിറാക്കിൾ ഇൻ മഞ്ച്കിൻ ലാൻഡ്. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അല്ലേ. അപ്പോൾ എന്താണത്? കാർട്ടൂണാണ്. നെക്സ്റ്റ് എന്താണ്? ഗെറ്റ് ദ കൂളസ്റ്റ് ഹാറ്റ്സ്. മഞ്ച്കിൻ്റെ ഹാറ്റ്സിൻ്റെ എന്താണത്? അഡ്വർടൈസ്മെൻ്റ് ആണ്. ഇനി ആക്ടിവിറ്റി 15 നോക്കൂ. റീഡ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് സെലക്ട് എ സ്യൂട്ടബിൾ ഹെഡ്ലൈൻ ഫ്രം ദ ഹെഡ്ലൈൻ ഗിവൺ ബിലോ. അതായത് ന്യൂസ് പേപ്പറിൽ വന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡ്ലൈന് നിങ്ങളോട് താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. ഓസ് May 21, ഡൊറോത്തി ദ ബ്രേവ് ഗേൾ ഹു കിൽ ദ വിക്ഡ് വിച്ച് മെറ്റ് ദ ഗ്രേറ്റ് വിസാർഡ് ഓഫ് ഓസ് യെസ്റ്റർഡേ. അതായത് ഡൊറോത്തി എന്ന പെൺകുട്ടി എന്ത് ചെയ്തു? വിക്ഡ് വിച്ചിനെ കൊന്നു, അല്ലേ. അപ്പോൾ എന്താണ്? ഓസിലെ മാന്ത്രികനെ കാണാൻ വേണ്ടി ആര് പോവാണ്? ഡൊറോത്തി മീറ്റ് ചെയ്യാൻ പോവാണ്. ഇന്നലെ പോയി. ഷി ഫേസ്ഡ് മെനി ചലഞ്ചസ് ടു റീച്ച് ദ എമറാൾഡ് സിറ്റി വെർ ദ വിസാർഡ് ലീവ്ഡ്. അവൾ ഒരുപാട് പ്രയാസപ്പെട്ടു, ചലഞ്ച് ചെയ്തതിന് വിസാർഡിനെ, ഓസിലെ മാന്ത്രികനെ കാണാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടു. ഷി വിസിറ്റഡ് ദ വിസാർഡ് ആൻഡ് റിക്വസ്റ്റ് ഹിം ഹെൽപ്പ് ടു റീച്ച് ഹോം. അവൾക്ക് തിരികെ പോകാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു? സഹായം ചോദിച്ചു. വിസാർഡിനോട്, ഓസിലെ മാന്ത്രികനോട് സഹായം ചോദിച്ചു. അപ്പം ഇതിന് നമ്മുടെ ഹെഡ്ലൈനായിട്ട് എന്ത് കൊടുക്കാം? ഇവിടെ 3 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഡൊറോത്തി മീറ്റ്സ് എ ഗ്രേറ്റ് വിസാർഡ്. ഡൊറോത്തി ഗ്രേറ്റ് വിസാർഡിനെ മീറ്റ് ചെയ്തു, സന്ദർശിച്ചു. ദ സെക്കൻഡ് വൺ, ദ വിക്ഡ് വിച്ച് വെൽക്കം ഡൊറോത്തി. വിക്ഡ് വിച്ച് എന്ന ആ ദുഷ്ടയായ മാന്ത്രിക എന്ത് ചെയ്തു? ഡൊറോത്തിയെ വെൽക്കം ചെയ്തു. തേർഡ് വൺ എന്താണ്? ദ മഞ്ച്കിൻസ് ലീവ് ദ മഞ്ച്കിൻ ലാൻഡ്. മഞ്ച്കിൻസ് എന്ത് ചെയ്തു? മഞ്ച്കിൻസ് ലാൻഡിൽ നിന്ന് പോയി. ഇതിലേതാണ് ശരിയായത്? ഡൊറോത്തി മീറ്റ്സ് ദ ഗ്രേറ്റ് വിസാർഡ്. നെക്സ്റ്റ് നോക്കൂ, ആക്ടിവിറ്റി 16. ഹിയർ ആർ സം ഫ്ലവേഴ്സ് ഫ്രം ദ ലാൻഡ് ഓഫ് മഞ്ച്കിൻസ്. മഞ്ച്കിൻസിൻ്റെ നാട്ടിലെ കുറച്ച് പൂക്കളാണ് ചിത്രത്തിലുള്ളത്. ലോട്ടസ് ഉണ്ട്, ഡാലിയ, ഇബിസ്കസ് ചെമ്പരത്തി,
ബ്ലൂ വെൽസ്, ബോഗൺവില്ല, റോസ്, വാട്ടർ ലില്ലി, അമലുണ്ട്, സീനിയുണ്ട്. ഓക്കെ, കളക്ട് പിക്ചേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആർ മേക്ക് ആൻ ആൽബം. റൈറ്റ് ദ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓൾസോ. വൺ ഈസ് ഡൺ ഫോർ യു. അതായത് നിങ്ങളോട് പിക്ചർ ആൽബം, ഫ്ലവേഴ്സിൻ്റെ പിക്ചർ ആൽബം നിങ്ങൾ കളക്ട് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒന്നിൻ്റെ. ഇവിടെ ഒരു പിക്ചർ നോക്കിക്കേ, സൺഫ്ലവറിൻ്റെ പിക്ചറാണ്, സൂര്യകാന്തിയുടെ. ദിസ് ഈസ് എ സൺഫ്ലവർ. ഇതെന്താണ്? സൂര്യകാന്തിയാണ്. ഇറ്റ് ഈസ് എ യെല്ലോ ഇൻ കളർ. ഇതിൻ്റെ കളർ എന്താണ്? യെല്ലോ ആണ്. ഇറ്റ് ബ്ലൂംസ് ഇൻ ദ മോർണിംഗ്. ഇത് രാവിലെ വിരിയുന്നു. ഐ ലൈക്ക് ഇറ്റ്സ് ഫ്രാഗ്രൻസ്. ഇതിൻ്റെ മണം എനിക്കിഷ്ടമാണ്. ഇനി നമുക്ക് എഴുതാം, ലോട്ടസ് എഴുതാം, താമര എഴുതാം. ദിസ് ഈസ് നോൺ ആസ് എ ലോട്ടസ്. ഇറ്റ് ഈസ് എ റെഡ് കളർ. ഇതിൻ്റെ കളർ എന്താണ്? റെഡാണ്. ഇസ് അവർ നാഷണൽ ഫ്ലവർ. ഇതെന്താണ്? നമ്മുടെ ദേശീയ പുഷ്പമാണ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. മനോഹരമായിട്ടുള്ളൊരു പുഷ്പമാണ്. ഇനി അടുത്തത് ജാസ്മിനാണ്. ദിസ് ഈസ് എ ജാസ്മിൻ ഫ്ലവർ. മുല്ലപ്പൂവാണ്. ഇറ്റ് ഈസ് വൈറ്റ് കളർ. ഇതിന് വെള്ള നിറമാണ്. ഐ ലൈക്ക് ഇറ്റ്സ് ഫ്രാഗ്രൻസ്. ഇതിൻ്റെ സുഗന്ധം എനിക്കിഷ്ടമാണ്. വി വിൽ വെയർ ഇൻ അവർ ഹെയർ. ഞാൻ എന്ത് ചെയ്യുന്നു? മുടിയിൽ ചൂടുന്നു. അടുത്തത് റോസാണ്. ദിസ് ഈസ് എ റോസ് ഫ്ലവർ. ഇത് റോസ് ഫ്ലവറാണ്. വി ക്യാൻ സീ ദ റോസ് ഫ്ലവേഴ്സ് ഇൻ മെനി കളേഴ്സ്. പല നിറത്തിൽ റോസ് ഫ്ലവേഴ്സിനെ കാണാം. റോസ് ആർ ദ ക്യൂൻ ഓഫ് ഫ്ലവേഴ്സ്. പൂക്കളിലെ രാജ്ഞിയാണ് റോസ് ഫ്ലവർ. ഐ ലൈക്ക് ഇറ്റ്സ് ബ്യൂട്ടി. ഇത് വളരെ ഭംഗിയുള്ളതാണ്. നെക്സ്റ്റ് ഒരു സ്റ്റോറി കൊടുത്തിരിക്കുന്നു, ദ ബിയർ ആൻഡ് ദ ബ്രേവ് ഗേൾ. അതായത് ഒരു കരടിയും ധൈര്യശാലിയായ ഒരു പെൺകുട്ടിയും. ദയ വെൻ ടു ദ ജംഗിൾ ടു കളക്ട് ഫയർവുഡ്. ദയ എന്ത് ചെയ്യായിരുന്നു? അവൾ കാട്ടിൽ പോയി വിറക് ശേഖരിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഹട്ട് ഇൻ ദ ജംഗിൾ ഹു ഈസ് ഇൻസൈഡ് ലെറ്റ് മീ സീ. കാടിനുള്ളിൽ എന്താണ്? ഒരു ചെറിയ കുടിൽ അവൾ കണ്ടു. ആരാണ് അതിൻ്റെ ഉള്ളിൽ എന്നറിയാൻ അവൾക്ക് ആകാംക്ഷയായി. ഹു ആർ യു? വൈ ആർ യു ഹിയർ? അവിടെ ഒരു കരടിയുടെ വീടായിരുന്നു ആ കുടിൽ. ഐ ആം സോറി, ഐ ലോസ്റ്റ് മൈ വേ. നീ ആരാണ്? എന്തിനോടെ വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞെന്താണ്? ഐ ലോസ്റ്റ് മൈ വേ. ഞാൻ വഴി തെറ്റി വന്നതാണ്, സോറി. വെൻ ഐ വാസ് എ സെർച്ച് ഓഫ് എ കുക്ക്, യു ആർ മൈ കുക്ക് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. ഞാനൊരു കുക്കിനെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും നീയാണ് ഇനി മുതൽ എൻ്റെ കുക്ക്, പാചകക്കാരി. ഹോ പ്ലീസ് ലെറ്റ് മീ ഗോ, മൈ ഗ്രാൻഡ്മ ഈസ് അലോൺ അറ്റ് ഹോം. എന്നെ പോകാൻ അനുവദിക്കൂ, എൻ്റെ ഗ്രാൻഡ്മ എന്താണ്? തനിച്ചാണ്. നോ നോ നോ, ഗോ ടു ദ കിച്ചൺ ആൻഡ് ബേക്ക് മീ സം കേക്ക്. പോകാൻ പറ്റില്ല. എന്താണ്? കിച്ചണിൽ പോയി എനിക്കൊരു കേക്ക് ഉണ്ടാക്കി വരൂ. ഓ ഐ ആം ട്രാപ്ഡ്, ഐ മസ്റ്റ് പ്ലേ എ ട്രിക്ക് ടു സേവ് മൈ സെൽഫ്. അതായത് ഞാനിവിടെ കെണിയിലാക്കപ്പെട്ടു, എങ്ങനെയെങ്കിലും സൂത്രം പ്രയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? എൻ്റെ ജീവൻ രക്ഷിക്കണം, ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് അവൾ കരുതി. ദയ ബേക്ക്ഡ് സം കേക്ക്സ്. അവൾ എന്ത് ചെയ്തു? കേക്ക് ഉണ്ടാക്കി. ദ ബിയർ എൻജോയ്ഡ് ദ ഡെലീഷ്യസ് കേക്ക്. ബിയർ എന്ത് ചെയ്തു? ആസ്വദിച്ചു, ആ കേക്ക് കഴിച്ചു. പ്ലീസ് ലെറ്റ് മീ ഗോ ഹോം ആൻഡ് ഗീവ് ദിസ് കേക്ക് ടു മൈ ഗ്രാൻഡ്മ. ഇനി എന്നെ പോകാൻ അനുവദിക്കൂ, എൻ്റെ ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് ദയ പറഞ്ഞു. ഡോണ്ട് ട്രൈ ടു ഫുൾ മീ. നീ എന്നെ വിടിയാക്കണ്ട. ഐ വിൽ ടേക്ക് യുവർ ഗ്രാൻഡ്മ പാക്കറ്റ്. ഞാൻ നിൻ്റെ ഗ്രാൻഡ്മയ്ക്ക് കൊടുത്തോളാം, നീ അത് പാക്ക് ചെയ്യും. ഓ ഐഡിയ, ഐ വിൽ ഹൈഡ് ഇൻസൈഡ് ദ ഹാമ്പർ. അവളെന്ത് പറഞ്ഞു? ഓക്കെ ശരി. അപ്പോൾ അവൾ മനസ്സിൽ കരുതി, സൂത്രം കരുതി എന്ത്? ആ ഹാമ്പറിനുള്ളിൽ, കൊട്ടയ്ക്കുള്ളിൽ ഒളിച്ചിട്ട് എനിക്ക് രക്ഷപ്പെടാം. ദ ബിയർ എൻറ്റേർഡ് ദ വില്ലേജ്. അങ്ങനെ കരടി എന്ത് ചെയ്തു? ബിയർ എന്ത് ചെയ്തു? വില്ലേജിലെത്തി. ഹോ ഡോഗ്സ്. അവിടെ എന്ത് ചെയ്തു? അവന് 2 നായ്ക്കളെ കണ്ടു. ദ ബിയർ വാസ് അഫ്രൈഡ് ഇറ്റ്. ബിയർ പേടിച്ചു. ഇറ്റ് പുട്ട് ദ ഹാമ്പർ ദെയർ ആൻഡ് റാൻ അവേ. അവൻ എന്ത് ചെയ്തു? ആ ഹാമ്പർ അവിടെ നിലത്തിട്ട് ഓടി രക്ഷപ്പെട്ടു. ദയ കെയിം ഔട്ട് ഓഫ് ദ ഹാമ്പർ. ദയ ഹാമ്പറിൽ നിന്ന് പുറത്തേക്ക് വന്നു. മൈ ട്രിക്ക് വർക്കഡ്. എൻ്റെ സൂത്രം ഫലിച്ചെന്ന് അവൾ പറഞ്ഞു. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. അതായത് നമ്മൾ പഠിച്ച കഥ നമ്മുടേതായിട്ടുള്ള വേർഡ്സിൽ റീകാസ്റ്റ് ചെയ്ത് സ്റ്റോറി ആയിട്ട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിലെന്തെല്ലാം ഉൾപ്പെടുത്താം? വേർ ഡിഡ് ഡൊറോത്തി ലീവ്. ഡൊറോത്തി എവിടെയാണ് താമസിച്ചിരുന്നത്? ഹോ ലീവ്ഡ് വിത്ത് ഹിയർ. ആരെ കൂടെയാണ് താമസിച്ചിരുന്നത്? ഹൗ ഡിഡ് ദ സ്റ്റോം എഫക്റ്റ് ദ ഹൗസ്. അവൾക്കും വീടിനും ആ സ്റ്റോം എങ്ങനെയൊക്കെല്ലാം അഫക്റ്റ് ചെയ്തു, ആ കാറ്റ് എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്തു. അടുത്തത് എന്താണ്? വാട്ട് ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ദ ഹിയർ ഹൗസ്. അവൾക്കും അവിടെ വീടിനും എന്താണ് സംഭവിച്ചത്? വേർ ഡിഡ് ഹൗസ് ലാൻഡ്. അവൾ എവിടെയാണ് എത്തിപ്പെട്ടത്? വാട്ട് ഹാപ്പൻ ടു ദ വിച്ച്. ആ ദുഷ്ടിയായ മന്ത്രവാദിനിക്ക് എന്താണ് സംഭവിച്ചത്? ഹൗ ഡിഡ് മഞ്ച്കിൻസ് സെലിബ്രേറ്റ് ദ ഡെത്ത് ഓഫ് വിച്ച്. ദുഷ്ടിയായ മന്ത്രവാദിനിയുടെ ഡെത്ത് മഞ്ച്കിൻസ് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്? ഹൂം ഡിഡ് ഡൊറോത്തി മീറ്റ് അലോങ് ടു ടോട്ടോ. ആരെയാണ് ഡൊറോത്തിയും ടോട്ടോയും മീറ്റ് ചെയ്തത്? വാട്ട് ഹാപ്പൻ വെൻ ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാണ്ട്. മജീഷ്യൻ മാതൃക വടി വീശിയപ്പോൾ എന്താണ് സംഭവിച്ചത്? വേർ ഡിഡ് ദ ഹൗസ് ലാൻഡ് ഫൈനലി. അവസാനം ആ വീടിന് എന്താണ് സംഭവിച്ചത്? ഹു ഡിഡ് ഡൊറോത്തി മീറ്റ് ദെയർ. അവൾ അവിടെ ആരെയാണ് കണ്ടത്? ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് കൊണ്ടുള്ള സ്റ്റോറി ആവണം നിങ്ങൾ എഴുതേണ്ടത്.
ഇവിടെ സ്റ്റോറി എഴുതിയിട്ടുണ്ട്. അതായത് ഡൊറോത്തി എന്നൊരു കൊച്ചു പെൺകുട്ടി അവളുടെ ആൻറ്റിയുടെയും അങ്കിളുടെയും കൂടെ മരം കൊണ്ടുണ്ടാക്കിയൊരു വീട്ടിൽ താമസിച്ചിരുന്നു. അവൾക്ക് പെറ്റായിട്ട് ടോട്ടോ എന്ന് പറയുന്ന ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. ശക്തമായിട്ട് കാറ്റ് വീശുന്ന സ്ഥലമായിരുന്നു അവിടെ. പെട്ടെന്ന് അവരങ്ങനെ കാറ്റ് വീശുന്ന സമയത്ത് അവിടെ വീടിൻ്റെ താഴെ അടിയിലുള്ള നിലവറയിലായിരുന്നു ഒളിച്ചിരുന്നത്. അന്ന് ശക്തമായിട്ടുള്ള കാറ്റ് വീശിയപ്പോൾ അവളും ടോട്ടോയും അടക്കം വീടടക്കം എന്ത് ചെയ്തു, കാറ്റത്ത് ഉയർന്നു പൊങ്ങി. അത് മലകൾക്കൂടെയും പാലത്തിൻ്റെ മുകളിലൂടെയും സ്ട്രീറ്റിൻ്റെ മുകളിലൂടെയൊക്കെ പറന്ന് അവസാനം അവർ അറിയാത്ത ഏതൊരു നാട്ടിലെത്തിപ്പെട്ടു. അവിടെ മനോഹരമായൊരു പ്രദേശമായിരുന്നു. അവരവിടെ വളരെ നീളം കുറഞ്ഞിട്ടുള്ള പ്രത്യേകതരം മനുഷ്യരെ കണ്ടു. അവരുടെ പേര് മഞ്ച്കിൻസ് എന്നായിരുന്നു. ആ വീട് ചെന്ന് വീണത് ഒരു ദുഷ്ട മന്ത്രവാദിനിയുടെ മുകളിലായിരുന്നു. ആ മന്ത്രവാദിനി മരിച്ചു. മഞ്ച്കിൻസിനെ അവർ അടിമയായിട്ട് വെച്ചിരുന്നതായിരുന്നു. അങ്ങനെ അവരെ സ്വാഗതം ചെയ്തു. അവരവിടെ താമസിക്കാൻ പറഞ്ഞു. പക്ഷേ ഡൊറോത്തി പറഞ്ഞു, എനിക്ക് എൻ്റെ നാട്ടിൽ എന്നെ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല, ഓസിലെ മാന്ത്രികന് മാത്രമേ സഹായിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, ഓസിലെ മാന്ത്രികൻ്റെ അടുത്തെത്തി. ഓസിലെ മാന്ത്രികൻ എന്ത് ചെയ്തു, ടോട്ടോയെയും ഡൊറോത്തിയെയും അവരുടെ നാട്ടിലെത്തിച്ചു. ഇതാണ് സ്റ്റോറി. ഇതിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 18, ഒബ്സർവ് ദ പിക്ചർ, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. ഈ ചിത്രം നിരീക്ഷിക്കുക, എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് എഴുതുക. മനോഹരമായിട്ടുള്ള ചിത്രമാണല്ലേ. ഒരു പാവം മുത്തശ്ശി, ആ മുത്തശ്ശിയുടെ കയ്യിൽ 2 കുടം ഉണ്ടല്ലേ. ഒരു നല്ല കുടമുണ്ട്, ഒരു പൊട്ടിയ കുടമുണ്ട്. നല്ല കുടം പൊട്ടിയ കുടത്തെ കളിയാക്കുകയാണ് ചിത്രത്തിൽ. ഇനി എന്താണ് ബാക്കി, നമുക്ക് സ്റ്റോറി എഴുതി നോക്കാം. 2 pots. Once upon a time there was a poor old grandmother. പണ്ടൊരിക്കലൊരു മുത്തശ്ശി, പാവം മുത്തശ്ശി താമസിച്ചിരുന്നു. Used to fetch water from far away. ദൂരെ നിന്നായിരുന്നു അവർ വെള്ളം കൊണ്ടുവന്നിരുന്നത്. She had a fine clay pot and a broken clay pot. She carried each pot with water in her 2 hands. By the times he reached home. അവരെന്ത് ചെയ്യുന്നു, 2 കൈയിലും 2 മൺകുടങ്ങൾ പിടിച്ചിട്ടായിരുന്നു വന്നിരുന്നത്. അതിലൊന്ന് നല്ല ക്ലേ പോട്ടും രണ്ടാമത്തേത് പൊട്ടിയ ക്ലേ പോട്ടുമായിരുന്നു. The water in the broken pot will be half gone by saying the grandmother came out with both pots to the yard. വീട്ടിലെത്തുന്ന സമയമാകുമ്പോഴത്തേന് എന്ത് ചെയ്യും, ആ പൊട്ടിയ ക്ലേ പോട്ടിലെ വെള്ളം പകുതിയിലധികം മുറ്റത്ത് കളഞ്ഞു പോകുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ നല്ല ക്ലേ പോട്ട് എന്ത് ചെയ്യും, പൊട്ടിയ ക്ലേ പോട്ടിനെ കളിയാക്കുമായിരുന്നു. ഗ്രാൻഡ്മ ഷോഡ് ദം വൺ സൈഡ് ഓഫ് ദ യാർഡ് വാസ് ഫുൾ ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആൻഡ് അതർ സൈഡ് വാസ് ഡ്രൈ. ഇതെന്ത് ചെയ്തു, ഒരു ദിവസം ഗ്രാൻഡ്മ കേട്ടു. അപ്പോൾ ഗ്രാൻഡ്മ എന്ത് ചെയ്തു, 2 ക്ലേ പോട്ടിനെയും മുറ്റത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്തു, മുറ്റത്തിൻ്റെ 2 വശവും കാണിച്ചു കൊടുത്തു. അതിലൊന്നിലെന്താണ്, മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് നിറഞ്ഞതായിരുന്നു. ഒന്നെന്താണ്, ആകെ ഡ്രൈ ആയിട്ടുള്ള യാർഡായിരുന്നു. These flowers bloomed so much because the water fell from the broken pots. ഈ മുറ്റത്ത് എങ്ങനെയാണ് വെള്ളം ഈ ചെടികൾ എങ്ങനെയാണ് മുളച്ചത്, എത്ര മനോഹരമായത്. ഈ പൊട്ടിയ ക്ലേ പോട്ട്സിലെ വെള്ളം വീണിട്ടാണ് ഈ ചെടികളെല്ലാം മുളച്ചിട്ട് ഇത്ര മനോഹരമായിട്ടുള്ളത്. So did not blame in anyone, grandma told them, and everyone asked their own goodness. അതായത് നമ്മൾ ആരെയും എന്ത് ചെയ്ത് വില കുറച്ച് കാണരുത്. ഓരോരുത്തർക്കും എന്തുണ്ട്, തന്നതായിട്ടുള്ള ഗുണങ്ങളുണ്ടെന്ന് നല്ല ക്ലേ പോട്ടിനെ ഗ്രാൻഡ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആരെയും നമ്മൾ കളിയാക്കാൻ പാടില്ല എന്നാണ് ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ്. ആക്ടിവിറ്റി 90, ടാസ്ക് വീഡിയോ ക്ലിപ്പ്. ഹാവ് യു ഗോൺ ഫോർ എ ട്രിപ്പ്? നരേറ്റ് യുവർ ട്രാവൽ എക്സ്പീരിയൻസ് ആൻഡ് പ്രിപ്പയർ എ വീഡിയോ ക്ലിപ്പ്. സെൻഡ് ഇറ്റ് യുവർ ടീച്ചർ. നിങ്ങളെവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രാവൽ എക്സ്പീരിയൻസ് നിങ്ങൾ എഴുതാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊരു വീഡിയോ ക്ലിപ്പായിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ഓഡിയോ ഡയറി. റെക്കോർഡ് ദ ഓഡിയോ ഓഫ് വേരിയസ് സൗണ്ട്സ് ഇൻ നേച്ചർ സച്ച് ആസ് ദ സ്ട്രിപ്പിംഗ് ഓഫ് ബേർഡ്സ്, ദ റെയിൻ, സോയിങ് ഓഫ് ട്രീസ് എക്സ്ട്രാ. സെൻഡ് ഇറ്റ് യുവർ ടീച്ചർ അലോങ് വിത്ത് യുവർ വോയിസ് ഓവർ. അതായത് നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾ കേൾക്കുന്ന ശബ്ദം, പക്ഷികളുടെ ചിലക്കിലെ, ദ റെയിൻ, മഴയുടെ ശബ്ദം, സോയിങ് ഓഫ് ട്രീസ്, മരങ്ങൾ കാറ്റത്ത് വീശുന്ന ശബ്ദം, ഇതെല്ലാം നിങ്ങൾക്ക് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചറിലേക്ക് അയച്ചു കൊടുക്കാം. ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെന്ന് കരുതുന്നു. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ കുട്ടികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.